പരമാത്മാ പാദപത്മേ അഭയം തേടുന്നടിയൻ അറിവു കേടൊഴിവാക്കി അറിവെന്നിൽ തരേണമേ. പരമാത്മാ പാദപത്മേ അഭയം തേടുന്നടിയൻ അറിവു കേടൊഴിവാക്കി അറിവെന്നിൽ തരേണമേ. കര കാണാ കടലാകും കഷ്ടമാം ലോകവാഴ്ച ജ്ഞാനമാം തോണി തന്നിൽ കർമ്മം ചെയ്തടുക്കേണം. കര കാണാ കടലാകും കഷ്ടമാം ലോകവാഴ്ച ജ്ഞാനമാം തോണി തന്നിൽ കർമ്മം ചെയ്തടുക്കേണം. നിത്യാനന്ദരാജ്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനില്ല. നിങ്ങളെല്ലാവരും വലിയ ദുഃഖത്തോടു കൂടിയാണ് ആ വാർത്ത കേട്ടതും തുടർന്നുള്ള ഓരോ കർമ്മങ്ങളിലും ബന്ധപ്പെട്ടതും. ആ ഭവനത്തിൽ പോയി അനേക ദിവസം ആഹാരം പാചകം ചെയ്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ഒരു പ്രത്യേക കരുതലോടുകൂടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചതാണ്. ഇന്നലെ നടന്ന ആരാധനയിലും അനേകം ആളുകൾ പങ്കെടുക്കുകയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വളരെ വിദൂരങ്ങളിൽ നിന്ന് പോലും സന്താനങ്ങൾ വന്ന് പങ്കെടുക്കുകയും അനുഗ്രഹമായ നിലയിൽ ആരാധനയും ആഹാരവും എല്ലാം നടത്തും. എല്ലാം ഈശ്വരൻ്റെ കാരുണ്യം എല്ലാത്തിലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അസ്വസ്ഥതകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ദേഹവിയോഗത്തിന് ഒരാഴ്ച മുമ്പും ഇവിടെ വന്നിരുന്നു. സന്തോഷമായി, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ. അത് കഴിഞ്ഞ് അച്ഛൻ ഫോണിൽ വിളിച്ചു, അമ്മയ്ക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, അമ്മയ്ക്ക് ശാരീരികമായുള്ള ചില ബുദ്ധിമുട്ടുകൾ എന്നെ അറിയിച്ചു. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞത്, മുൻപ് പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാറാണ് പതിവ്. അന്ന് ഞാൻ പറഞ്ഞത് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി, ദേഹവിയോഗം ചെയ്തു. ഈശ്വരൻ്റെ അറിവുകളെ, നിയമങ്ങളെ പരിപാലിച്ച് ലോകത്തിൽ ജീവിച്ചാൽ ഉണ്ടാകാവുന്ന സൗഭാഗ്യങ്ങൾ ഏതു വിധത്തിലാണെന്ന് ലോകത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ആ കുടുംബത്തിൽ തന്നെ ചിന്തിച്ചാലും അത്രയും പ്രയാസത്തോടുകൂടി ജീവിച്ച ആരും ഉണ്ടാവില്ല. ഈ നിൽക്കുന്നതിൽ സഹോദരങ്ങളുമൊക്കെ ഉണ്ട്. അത്രയും പ്രയാസത്തോടുകൂടി ജീവിച്ച ആരും ഉണ്ടാവില്ല. അത്രയും പ്രയാസങ്ങൾ പല കാര്യങ്ങളിലും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, പല രോഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഗുരുവിനെ മറന്നൊരു കാര്യമില്ല. എല്ലാ കർമ്മങ്ങൾക്കും മുന്നിട്ട് നിന്ന് പ്രവർത്തിപ്പിച്ചും എന്ന് പറയാൻ കാരണം അമ്മ ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യത്തിൽ മുന്നിട്ട് നിന്നു എന്നല്ല. അച്ഛൻ ഈ സംവിധാനങ്ങളിലെല്ലാം മുടങ്ങാതെ എത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുന്നത് വീട്ടിൽ അങ്ങനെ ഒരു ആൾ ഉള്ളത് കൊണ്ടാണ്. ധൈര്യത്തോടുകൂടി
2-3 കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പിൻബലം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് പ്രവർത്തിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ഗുരുശിഷ്യ ബന്ധത്തിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിച്ച് ഉന്നതമായ അവസ്ഥയിൽ എത്തിയ പുണ്യവതിയായ മാതാവ് ഇപ്പോൾ നമ്മളൊരു നിലവിളക്ക് അതിനെ സങ്കല്പിച്ചുകൂടെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു നേർച്ച സ്വീകരിക്കുന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്കിലും സ്വീകരിക്കുന്നത് ഉള്ളിലിരിക്കുന്ന മഹാശക്തിയാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയായി കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതും വിശ്വസിച്ചതും സ്നേഹിച്ചതും എല്ലാം. ആ സ്നേഹവും ആ ബഹുമാനവും എല്ലാം ചേർത്തുകൊണ്ട് ഞാൻ ഈ നിലവിളക്ക് സ്വീകരിക്കാൻ പോവുകയാണ്. മഹാശക്തി ആ ആത്മാവിനെ നിത്യാനന്ദത്തിൽ ലയിപ്പിക്കുമാറാകട്ടെ. ഉന്നതമായൊരവസ്ഥയിലാണിപ്പോൾ. ദേഹമില്ല എങ്കിലും ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ അമ്മ നിലകൊള്ളുന്നത്. അത് ഭാഗ്യമുള്ള ചില ജന്മങ്ങൾക്ക് കാണാനിടയാകും. കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുക. സമ്പൂർണമായ ഒരു അവസ്ഥയിലാണ് മാതാവ് നിലകൊള്ളുന്നത്. ശാന്തി തരിക ദേവാ, 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 ശാന്തി ദേവാ, സർവദോഷങ്ങളെയും സംഹാരം ചെയ്തിട്ടങ്ങേ, ശാന്തി തരിക ദേവാ, ശാന്തി ദേവാ, ജന്മപാപവും തീർത്തു, കർമ്മദോഷവും തീർത്തു, ജന്മപാപവും തീർത്തു, കർമ്മദോഷവും തീർത്തു, നിത്യശാന്തിയെ തന്നു രക്ഷിക്കണേ, സർവാത്മാക്കളുടെയും ഉടമസ്ഥനും രക്ഷിതാവും ജഗത്പിതാവുമായ പരമഗുരുവായ പരിശുദ്ധമുള്ളത്, അങ്ങയിൽ നിന്ന് ജന്മമെടുത്ത സർവാത്മാക്കളും തിരിച്ചങ്ങയിൽ എത്തേണ്ടതാകുന്നു നിയമമെന്നടി ഞങ്ങൾ അറിയുന്നത്. ആ വിധത്തിൽ ഈ ലോകത്തിൽ വന്ന് ജന്മമെടുത്ത് കർമ്മമെടുക്കുന്ന എല്ലാ സന്താനങ്ങളും തിരികെ അങ്ങയിൽ എത്തിച്ചേരുമെന്നടി ഞങ്ങൾ അറിയുന്നത്. ഉന്നതനാകുന്ന ദൈവത്തിന്റെ നിയമത്തെ ലംഘിക്കുവാൻ ഈ ലോകത്തിൽ ആരാലും കഴിയുകയില്ല എന്നടി ഞങ്ങൾ അറിയുന്നു. ഉന്നതനെ അങ്ങേ കാരുണ്യത്താൽ ഈ ലോകത്തിൽ ജന്മം കൊടുത്ത ആ പുണ്യവതിയായ മാതാവിന്റെ ആത്മശാന്തിക്കായി നടത്തുന്ന ഈ പ്രാർത്ഥന സർവശക്തിയെ അങ്ങ് സ്വീകരിക്കുമാറാകണമേ, സർവശക്തിയെ അങ്ങ് സ്വീകരിക്കുമാറാകണമേ, ജഗദീശ്വര അങ്ങ് ഇത് സ്വീകരിക്കുമാറാകണമേ. ആത്മാവിനെ നിത്യാനന്ദ സ്വർഗത്തിൽ ചേർത്ത് നിലനിർത്തുവാൻ കരുണയുണ്ടാകണമേ. ജീവിച്ചിരുന്ന കാലത്തറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തിരുമുമ്പാകെ വന്നു പോയിട്ടുണ്ടെങ്കിൽ മഹാശക്തിയെ അങ്ങ് ക്ഷമിക്കുമാറാകണമേ. അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളും ആ ഭക്തസന്താനങ്ങളും സന്യാസ പരമ്പരകളും വളരെയേറെ ദുഃഖിതരായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ. അവരുടെ എല്ലാം സ്നേഹ ബഹുമാനങ്ങൾ ഇതോടൊപ്പം സമർപ്പിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. സർവശക്തി ഇത് സ്വീകരിക്കണമേ. ആത്മാവിനെ നിത്യാനന്ദത്തിൽ ലയിപ്പിക്കണമേ. ഉന്നതമായി നടത്തപ്പെട്ട ആ ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ഓ പ്രകൃതിയെ അത്ഭുതമായി നിലനിർത്തി തന്ന പരിശുദ്ധമുള്ളത്, ഓ നിയന്ത്രിച്ച് നിലനിർത്തി തന്ന പരിശുദ്ധമുള്ളത്, ഓ ജന്മാന്തരജ്ഞാനത്തിന്
ലോകത്തിന്റെ ജന്മിയായ ജഗദീശ്വരന് മാറ്റമില്ലെന്നുള്ള പരമസത്യത്തെ ലോകത്തിൽ അനുഭവപ്പെടുത്തിക്കൊണ്ട് അത്ഭുത പുരുഷനായി വാണിരുന്ന അടിയങ്ങളുടെ ഉടമസ്ഥന്റെ 101ാമത് ജന്മദിനം ഇത്രയും ആഡംബരപ്രദമായ അനുഗ്രഹമായി ഭക്തലക്ഷങ്ങളെ സന്നിഹിതരാക്കിക്കൊണ്ട് നടത്തിത്തന്ന മഹാകാരുണ്യ ഓർത്തങ്ങെ സ്തുതിക്കുന്നത്. ഓ ഉന്നതമായ ഘോഷയാത്രയും ജന്മനക്ഷത്ര പ്രകാശയാത്രയും ആരാധനയും സമ്മേളനവും സദ്യയും എന്നുവേണ്ട കലാപരിപാടികളും ഒന്നിനൊന്നുപരിയായി ഓരോന്നും നടത്തിത്തന്നവർ ശുദ്ധമുള്ളത്. അതിലെല്ലാം വന്ന് പങ്കെടുത്ത അങ്ങയുടെ ഓമനകളെ കാണുന്നല്ലോ ദൈവം. അതിനുവേണ്ടി പ്രവർത്തിച്ചവരെല്ലാം കാണുന്നല്ലോ ദൈവം. നീ നടക്കാനിരിക്കുന്ന താരാസ്തുതി മഹായജ്ഞവും ആനന്ദമായി അനുഗ്രഹമായി കരുണാധി നടത്തിത്തരണമേ ദൈവം. അതിലേക്കായി എത്തിച്ചേർന്നിട്ടുള്ളവരും ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് കാണുന്നല്ലോ. നീ എത്താനുള്ളവരെയും തടസ്സം കൂടാതെ എത്തിച്ച് ഉന്നതനാകുന്ന ദൈവം പ്രത്യക്ഷമായി നിന്ന് താരാസ്തുതി നടത്തി ആത്മലോകത്തെ ആനന്ദിപ്പിക്കണമേ ദൈവം. കരുണയോടെ എഴുന്നള്ളി എന്നെല്ലാം നടത്തിത്തരണമേ ദൈവം. ഉന്നതനെ മഹാഗോപുരത്തിന്റെ പൂർത്തീകരണ സമയമാകുന്നുവെന്ന് കാണുന്നല്ലോ ദൈവം. ഓ അതിനേക്കായി ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിൽ കൂടി എത്തിച്ച് ഉന്നതമാം വിധത്തിൽ അത് പൂർത്തീകരിച്ച് ദാനം ചെയ്യുവാൻ കരുണയുണ്ടാകണമേ ദൈവം. ആത്മദൈവത്തെ ആയുരാരോഗ്യത്തോടെ കരുതിക്കൊള്ളണമേ ദൈവം. ഓ ഉന്നതനെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഈ അവസരവും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദിവസം ഓടിയെത്തി വിവിധ വിധത്തിലുള്ള നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അങ്ങേ തിരുഹൃദയത്തിൽ നിന്ന് അനുവദിക്കുന്ന ആനന്ദം അനുഭവിക്കുവാൻ കാത്തു നിൽക്കുന്ന പൊന്നോമനകളെല്ലാം ദർശിക്കണമേ ദൈവമേ. സർവദോഷങ്ങളും തീർത്ത് രക്ഷിക്കണമേ ദൈവം. ശാന്തിയായി കൂടെ വാഴണമേ ദൈവം. അപ്പോൾ അടിമ കിടത്തിയ കുഞ്ഞിനെയും പൊന്നുതൃക്കരങ്ങൾ എന്നാളും കരുതിക്കൊള്ളണമേ ദൈവം. സൽബുദ്ധിയായി സൽക്കർമ്മിയായി അങ്ങ് വളർത്തുമാറാകണമേ ദൈവം. ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് വളർത്തുമാറാകണമേ ദൈവം. ജഗദീശ്വര ഉന്നതനാകുന്ന ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ കൂടി കഴിഞ്ഞ ദിവസം നടന്ന ആരാധനയിലും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാന്തി പ്രാർത്ഥന നടത്തിയവർ ശുദ്ധമുള്ളത്. ഈ സമയം ഈ നിലവിളക്ക് അങ്ങയുടെ തിരുനാമത്തിൽ സ്വീകരിക്കുന്നു. തൃക്കരങ്ങളിൽ ഏറ്റെടുക്കണമേ ദൈവമേ. തൃക്കരങ്ങളിൽ ഏറ്റെടുക്കണമേ ദൈവമേ. ആ കുടുംബങ്ങളെല്ലാം കാത്തുകൊള്ളണമേ ദൈവമേ. ആ പിതാവിനെയും ഓമന കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ ദൈവം. ബന്ധുവിധാദികളെ എല്ലാം ദർശിക്കണമേ ദൈവമേ. സുഹൃത്തുക്കളെയും ആ അയൽവാസികളെയും എല്ലാം ദർശിക്കണമേ ദൈവമേ. എല്ലാത്തിനും സഹകരിച്ച് അനേകം കാര്യങ്ങൾ ഒരുക്കിയ അങ്ങയുടെ ഭക്തപരമ്പരകളെയും സന്യാസ പരമ്പരകളെയും ദർശിക്കണമേ ദൈവം. സുഖമില്ലാതെ കഴിയുന്ന ഗീതാനന്ദ സ്വാമിയെയും ദർശിക്കണമേ ദൈവം. ആ ശക്തിയെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സ്വീകരിക്കണമേ ദൈവം. ആരാധനയിൽ ആനന്ദിപ്പിക്കണമേ ദൈവം. ആരാധനയിൽ ആനന്ദിപ്പിക്കണമേ ദൈവം. ആരാധനയിൽ ആനന്ദിപ്പിക്കണമേ ദൈവം. ഓ സർവേശ്വരായ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ
കഴിവില്ലല്ലോ. അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. അനുഭവ മഹത്വമേറുന്ന തത്വം മനതാരിങ്കൽ ഉദിപ്പിച്ചതൊരിക്കലും മറക്കയില്ല. മനസ്സിന്റെ അതിസുഖം അനുഭവിപ്പാൻ അവസരം തന്നവനെ മറക്കയില്ല. മറക്കയില്ല, ഒരിക്കലും മറക്കയില്ല. മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല. ഒരിക്കലും മറക്കയില്ല. മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല. സർവശക്തനാകുന്ന അത്ഭുത പുരുഷനാകുന്ന ദൈവം പ്രത്യക്ഷമായി നിന്ന് നടത്തിത്തന്ന ഉന്നതമായ 101 ഉത്രാടം ജന്മനക്ഷത്രം ഹൃദയം കൊണ്ട് ആഘോഷിച്ച് ആനന്ദിച്ച നിർവൃതിയിലാണ് നമ്മൾ ഈ ഞായറാഴ്ച ആരാധനയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ദൈവം നിയമിച്ച നിയമങ്ങളെല്ലാം ആത്മാവിൻ്റെ ആനന്ദത്തിനുള്ളതാണെന്ന് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ ഉത്രാടം ജന്മനക്ഷത്രം നടത്തുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഭക്തസന്താനങ്ങളുടെ, പരമഭക്തരായ സന്താനങ്ങളുടെ ആഗ്രഹ അപേക്ഷയുടെ പൂർത്തീകരണമെന്നോണം സർവശക്തി തന്നെ നിയമിച്ചാണ് ഉത്രാടം ജന്മനക്ഷത്രവും നമുക്ക് അനുവദിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അതും ദൈവനിയോഗമായതുകൊണ്ട് തന്നെ അതിൻ്റെയും പൂർത്തീകരണം എവിടെയാണ്? ആനന്ദത്തിലാണ്. ആ ആനന്ദമാണ് ഉത്രാടം ജന്മനക്ഷത്രത്തിന് നമ്മൾ അനുഭവിച്ചത്. ഇന്ന് അതിന് നന്ദി പറയേണ്ടുന്ന ദിനമാണ്. നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ഒരു നിയമമാണ്. ഏത് വിശേഷങ്ങൾ നടക്കുമ്പോഴും അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആരാധനയിലും കുടുംബാരാധനകളിലും എല്ലാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഈശ്വര മുമ്പാകെ നന്ദിപ്പെടുക എന്നൊരു നിയമമുണ്ട്. ആർത്തിയോടുകൂടി വന്നു ചേർന്നു ഞങ്ങൾ, ആർത്തിയോടുകൂടി വന്നു ചേർന്നു ഞങ്ങൾ, ആർത്തി തീർത്തു ആനന്ദത്തെ നൽകണമേ നാഥ. ആർത്തിയോടുകൂടി വന്നു ചേർന്നു ഞങ്ങൾ, ആർത്തി തീർത്തു ആനന്ദത്തെ
ആത്മനാഥനായ ശുഭാനന്ദ ദേവ, ആത്മനാഥനായ ശുഭാനന്ദ ദേവ, ആത്മനാഥനായ ശുഭാനന്ദ ദേവ, വാഴണമേ എന്നിൽ വാഴണമേ എന്നും, ആത്മനാഥനായ ശുഭാനന്ദ ദേവ, വാഴണമേ എന്നിൽ വാഴണമേ എന്നും, വാഴണമേ എന്നിൽ വാഴണമേ എന്നും, ഉന്നതനാകുന്ന ദൈവം ലോകത്തിൽ നടത്തിയ ഉന്നത കർമ്മങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു ഇത്രയും സമയം. ലോകത്തിൽ നടത്തിയ ഉന്നത കർമ്മങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു. നന്ദി പറയുക എന്ന് പറയുമ്പോൾ അനുഭവിച്ചറിഞ്ഞ ഹൃദയങ്ങളുടെ പ്രകാശനമാണ് നന്ദി. അനുഭവിച്ചറിഞ്ഞ ഹൃദയങ്ങളുടെ പ്രകാശനമാണ്. അപ്പൊ ആത്മപ്രകാശനമായ നന്ദി ഈ ലോകത്തിൽ വെച്ച് അനുഭവിക്കുവാനും അവതരിപ്പിക്കുവാനും ദൈവം നമ്മളെ പരിശീലിപ്പിച്ചതാണ്. ആത്മബോധോദയ സംഘസ്ഥാപകനാകുന്ന ശുഭാനന്ദ ഗുരുദേവൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് കൈയുയർത്തിക്കൊണ്ടാക്കണം. ആ ദൈവം വീണ്ടും തിരിച്ചുദയമായി വന്നു. എങ്ങനെ ഉദയമായി വന്നു? കൂടുതൽ കരുതലോടുകൂടി, കൂടുതൽ കാരുണ്യത്തോടുകൂടി ആ തിരുവുടൽ ഇരുന്നു കൊണ്ട് തന്നെ അറിയിച്ചു, ഒന്നുകൂടി ഒരുങ്ങിയാണ് ഞാൻ വന്നത്. ആ ഒരുങ്ങി ഒതുങ്ങി വാണിരുന്നു കൊണ്ട് ആത്മലോകത്തെ രക്ഷിക്കുകയായിരുന്നു. ആ അനേകം സാധുക്കളെ വീണ്ടെടുത്തു. രോഗപീഠയിൽ നിന്നും, ദുഃഖദുരിതങ്ങളിൽ നിന്നും, മഹാദാരിദ്ര്യത്തിൽ നിന്നും, അങ്ങനെ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും എല്ലാം ആത്മലോകത്തെ വീണ്ടെടുത്തു, രക്ഷിച്ചു. എന്തുകൊണ്ട്? ഒറ്റ ശബ്ദം. ആ സാരമില്ല കുഞ്ഞെ, രക്ഷ ഞാൻ നൽകാം. ആ അത്ഭുത പുരുഷന്റെ തിരുശബ്ദം ഉത്ഭവമാക്കി ഈ വിധത്തിൽ, അത്ഭുത പുരുഷന്റെ തിരുശബ്ദം ഉത്ഭവമാക്കി ഈ വിധത്തിൽ, അത്ഭുത പുരുഷന്റെ തിരുശബ്ദം ഉത്ഭവമാക്കി ഈ വിധത്തിൽ, മനുജന്മത്തിൽ സുഖമെന്തെന്ന് ബോധ്യമാക്കി ശബ്ദത്താൽ, മനുജന്മത്തിൽ സുഖമെന്തെന്ന് ബോധ്യമാക്കി ശബ്ദത്താൽ, രോഗശാന്തി താൻ നൽകി, ഭൂതശാന്തി താൻ നൽകി, 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 പാപശാന്തി താൻ നൽകി, പരമാനന്ദം കണ്ടു ഞാൻ. പാപശാന്തി താൻ നൽകി, പരമാനന്ദം കണ്ടു ഞാൻ. പാപശാന്തി താൻ നൽകി, പരമാനന്ദം കണ്ടു ഞാൻ. പാവന രൂപ ഗുരുവരനെ, പരമാനന്ദം നൽകവരേ, പരമാനന്ദം തന്നവരേ, പാവന രൂപ ഗുരുവരനെ, പരമാനന്ദം തന്നവരേ, പാവന രൂപ ഗുരുവരനെ,
ശബ്ദം കേൾക്കാൻ തന്നവനെ ഇഹപരലോകം ഉളവാക്കിയ ശബ്ദം കേൾക്കാൻ തന്നവനെ ഇഹപരലോകം ഉളവാക്കിയ ശബ്ദം കേൾക്കാൻ തന്നവനെ പരമാനന്ദം കാണാതെ ഈ ശബ്ദം കേൾക്കുകയില്ലല്ലോ പരമാനന്ദം കാണാതെ ഈ ശബ്ദം കേൾക്കുകയില്ലല്ലോ ഓങ്കാരമായി ചൊല്ലുന്ന ഈ ശബ്ദം ഉടയവൻ തിരു ശബ്ദമോ ഓങ്കാരമായി ചൊല്ലുന്ന ഈ ശബ്ദം ഉടയവൻ തിരു ശബ്ദമോ ഉടയവൻ തന്റെ ഉടലെടുത്തു ഈ ശബ്ദം ലോകെ നൽകുന്നു 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 പരലോകത്തിൽ ലയിച്ചിടുന്ന പരമാനന്ദം നൽകുന്നു പരലോകത്തിൽ ലയിച്ചിടുന്ന പരമാനന്ദം നൽകുന്നു ഉടയവൻ തന്നെ ഉടലെടുത്തു ഈ ശബ്ദം ലോകെ നൽകുന്നു ഉടയവൻ തന്നെ ഉടലെടുത്തു ഈ ശബ്ദം ലോകെ നൽകുന്നു പരലോകത്തിൽ ലയിച്ചിടുന്ന പരമാനന്ദം ദേവൻ തന്നെ ഉടലോടുകൂടി നിന്ന് തന്റെ തിരുശബ്ദം കൊണ്ടാണ് ഈ രക്ഷ കൊടുക്കുന്നതെല്ലാം. ആർത്തിയോടുകൂടി ഓടിയെത്തി ആ യാതൊരു ആലംബവും ഇല്ലാതെ ആ ഒരു രക്ഷയും എങ്ങുമില്ലാതെ ആ അങ്ങനെ നിൽക്കുന്ന സമയം നിരാലംബരായി നിൽക്കുന്ന സമയത്ത് ആ ശബ്ദം ആത്മാവിലേക്ക് ഭവിക്കുകയാണ്. സാരമില്ല. ആ അതുപോലെ അനേകം കാര്യങ്ങൾ. ആ ശബ്ദമാണ് ശക്തിയായി നിങ്ങൾക്ക് രക്ഷയായി ഭവിക്കുന്നത്. കാരണം സർവത്തിന്റെയും ഉടമസ്ഥനാകുന്ന ദൈവമാണ് ശബ്ദം തരുന്നത്. ആ നിരാലംബമായി നിൽക്കുന്ന സമയത്ത് ആ ശബ്ദത്തെ പൂർണ്ണമായി സ്വീകരിക്കാനുള്ള ഒരു എളിമത്വം ആത്മാവിന് എപ്പോഴുണ്ട്. ആ തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. കാരണം കഠിന ദുഃഖത്തിലാണ് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത്. വേറെ എങ്ങും പോയി ഒരു നിവൃത്തിയുമില്ല ഒരു രക്ഷയുമില്ല എന്ന് കാണുമ്പോഴാണ് ശുഭാനന്ദാശ്രമത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വന്നു ചേരാൻ പറ്റാത്ത വിധം ചില ചുറ്റുപാടുകളൊക്കെ ഇത് താൻ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പല വിധത്തിലുള്ള പോരായ്മകളും പരിഹാസങ്ങളും ഒക്കെ ആളുകൾ പറയും. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ പറയുന്നിടത്ത് നമ്മൾ എന്തിനാ പോകുന്നത് ആ എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് കഠിന ദുഃഖം വരുന്നത്. അപ്പൊ പലയിടത്തും പോയി ഒരു കാരണവശാലും അങ്ങോട്ട് മാത്രം പോകരുത് എന്ന് കരുതി ആ പലതും ചെയ്തു നോക്കിയ ഒരു രക്ഷയില്ല.
കാരണവശാലും അങ്ങോട്ട് മാത്രം പോകരുതെന്ന് കരുതിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കിയത്. അവസാനം വന്നപ്പോ അതേ ഉള്ളു നിവൃത്തി. അവസാനം വന്നപ്പോൾ അതേ ഉള്ളു നിവൃത്തി. ആദ്യമില്ല, കണ്ട ആളിനെ പരിഹസിച്ച ആളിനെ തന്നെ വിളിക്കും. ആദ്യം പരിഹസിച്ച ആളിനെ തന്നെ വിളിക്കും. ഞങ്ങൾക്ക് ഇനി ഒരു ഗുരു ഉണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹസിച്ചു ഒരു സുഹൃത്തിനെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനെ പരിഹസിച്ചു. ആ സുഹൃത്തിനെ തന്നെ വിളിക്കും. ആ സുഹൃത്തിനെ തന്നെ വിളിക്കും. അല്ല ചേട്ടാ, എനിക്ക് ഇന്ന പോലൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഗുരുവിനോട് ഒന്ന് പറഞ്ഞാൽ സാധിച്ചു കിട്ടുവോ? അല്ല ചേട്ടാ, എനിക്ക് ഇന്നതുപോലൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഗുരുവിനോട് പറഞ്ഞാൽ സാധിച്ചു തരുമോ? അതിനെന്താ വന്നാട്ടെ. അപ്പൊ ഈ കേൾക്കുന്ന ഭക്തൻ, ഇയാള് പണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ കൊണ്ടുപോകണ്ടെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. കാരണം ഇത് ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പരിഹാസം ദുഷികളും ഒക്കെ സഹിച്ചുകൊണ്ട് പരമാത്മാവ് തന്നെ ഇന്ന് ഈ ത്യാഗകർമ്മം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഒരു കുഞ്ഞിന്റെ കാര്യം അതിന്റെ മാതാവ് ഇവിടെ വന്ന് പറഞ്ഞു. ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ ഭഗവാനെ കുറിച്ച് എന്തോ പരിഹാസം പറഞ്ഞു. അപ്പൊ ഇനി അവൻ ട്യൂഷന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ട്യൂഷൻ എടുക്കാൻ ആ ടീച്ചർ മിടിക്കുകയാണ്. പക്ഷേ ഈ പരിഹാസം കേൾക്കുന്നുണ്ട് കുഞ്ഞിനൊരു മടി. അപ്പോ അമ്മയും മോനുമായിട്ട് വന്നു നിന്ന് സംസാരിച്ചു. ആ അമ്മ തന്നെ മകനോട് പറയാണ്, ഭഗവാൻ തന്നെ എന്തെല്ലാം കേട്ടിട്ടാണ് നമ്മളെ രക്ഷിക്കുന്നത് നിനക്ക് അറിയത്തില്ലേ? പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? നീ അന്വേഷിച്ചു പോകുന്ന കാര്യം സാധിച്ചു തിരിച്ചു വീട്ടിൽ വന്നാ പോരെ? ഞാനും അത് തന്നെ പറഞ്ഞ് അതിനെ ആ സ്ഥലത്ത് തന്നെ പഠിക്കാൻ അയച്ചു. അപ്പൊ അങ്ങനൊരു ഉദാഹരണം പറയുവാൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആദികാലം മുതൽ അനേകം ദുഷിപരിഹാസങ്ങൾ ഏറ്റുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഭക്തന്മാരാരും ദുഷിച്ചത് കൊണ്ട് ഒരാളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കത്തില്ല. അയാൾ ഇത്ര വർഷം മുമ്പ് ഭഗവാനെ ദുഷിച്ചതാണ്, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കുകയില്ല. കാരണം ഈ ദുഷിക്കുന്നവരായിരിക്കും ഏറ്റവും വേഗം വന്ന് നമ്മുടെ ഭക്തന്മാരായി തീരുന്നത്. അപ്പൊ ചില ആളുകൾ ഇപ്പൊ വിചാരിക്കും ഇത് എന്നെ കൊണ്ടാ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാളിനെ കൊണ്ടുമല്ല മിക്കവാറും നടക്കുന്ന കാര്യം അത് തന്നെയാണ്. അങ്ങനെ അനേകം ആളുകൾക്ക് അനുഭവമുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പല ആളുകളും അങ്ങനെ ദുഷി പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാ? അറിവില്ല. ഒരു മായാമറ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു, ഗുരുവാണെന്ന് തിരിച്ചറിവില്ലാതെ പോയി. ഓ ആ മറ അങ്ങോട്ട് മാറിയപ്പോ ഓ കണ്ടേ ഞാൻ എൻ ഗുരു രൂപം, എന്റെ ആത്മസ്വരൂപമായി വാഴുന്ന രൂപം, വാഴുന്ന രൂപം കണ്ടേ ഞാൻ എൻ ഗുരു രൂപം, കണ്ടേ ഞാൻ എൻ ഗുരു രൂപം, എന്റെ ആത്മസ്വരൂപമായി വാഴുന്ന രൂപം, വാഴുന്ന രൂപം കണ്ടേ ഞാൻ എൻ ഗുരു രൂപം. അങ്ങനെ അനേക ലക്ഷം ആത്മാക്കൾ ആ വിധത്തിലാണ് ഇവിടെ വന്നു ചേരുന്നത്. ആ വന്നു ചേരുമ്പോൾ ആ പാപശാന്തി, ഭൂതശാന്തി, രോഗശാന്തി ഇതെല്ലാം ഈ ശബ്ദം കൊണ്ട് അനുഭവമാക്കുകയാണ്. ശബ്ദം കൊണ്ടു പാപശാപം ആകെയും തീർത്തന്റെ ദൈവമോ, ശബ്ദം കൊണ്ടു പാപശാപം ആകെയും തീർത്തന്റെ. ഞാനിവിടെ നിന്ന് പാടുന്നു, നിങ്ങൾ ഏറ്റുപാടുന്നു, ഇത് സത്യമാണെന്ന് അനുഭവം ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കൊണ്ടാണ്. ഈ വിധത്തിൽ ശബ്ദം കൊണ്ട് രക്ഷിക്കുന്ന ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ എന്താണ് ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയതും ഇത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അനുഭവം ഉണ്ടാകുന്ന ഒരു ആത്മാവ് ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അനുഭവം ഉണ്ടായി, പിന്നീട് അങ്ങോട്ട് അത്രയും കൃത്യമായിട്ട് കിട്ടുന്നില്ല, എല്ലാ കാര്യവും പറഞ്ഞിട്ട് നടക്കുന്നില്ല. ഇങ്ങനെ അനുഭവമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ചിന്തിക്കുന്ന എന്താണ്? പണ്ടത്തെ കൂട്ടല്ല, ശക്തിയൊക്കെ ഇച്ചിരി കുറവാ.
എന്നാണ് പലരുടെയും വിചാരം. എങ്ങനെയാണ് പലരുടെയും വിചാരം? ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ പോകുന്ന കണ്ടാൽ അതിനകത്ത് വൈദ്യുതി ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഇലക്ട്രിക് ലൈൻ പോകുന്നത് കണ്ടാൽ അതിനകത്ത് വൈദ്യുതി ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഒരു ചെറിയ ബൾബ് കണക്ട് ചെയ്തെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രകാശം കിട്ടും. ഒരു ചെറിയ ബൾബാണ് കണക്ട് ചെയ്തെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രകാശം കിട്ടും. വലിയ വെള്ളം പമ്പ് ചെയ്തൊന്ന് വളരെ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള വലിയ HP-യുടെ 10 HP അല്ലെങ്കിൽ 20 HP-യുടെ ഒക്കെ മോട്ടർ അങ്ങോട്ട് കൊടുത്താൽ എത്ര ദൂരത്തേക്ക് വേണം വെള്ളം പമ്പ് ചെയ്യും? വളരെ ദൂരം വെള്ളം പമ്പ് ചെയ്യുന്ന വലിയ കപ്പാസിറ്റിയുള്ള മോട്ടർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും വെള്ളം അതേ വൈദ്യുതി തന്നെയാണ്. അതുപോലെ അനേക ശക്തിയുള്ള ഉപകരണങ്ങളെ അതിലേക്ക് ഘടിപ്പിച്ചാൽ ആ ശക്തിക്ക് ഒത്തവിധം പ്രവർത്തിപ്പിക്കുവാൻ ഈ വൈദ്യുതിയുടെ സഹായം ആവശ്യമാണ്. വൈദ്യുതിയാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി ഉണ്ടെങ്കിലേ അത് പ്രവർത്തിക്കൂ. വയറങ്ങനെ കിടക്കുന്ന കണ്ടാൽ ഇതിനകത്ത് ശക്തി ഒന്നുമില്ല എന്നേ തോന്നിക്കുള്ളൂ. ഉപകരണം അതിന്റെ പരിശുദ്ധിയോടുകൂടി നിലകൊള്ളണം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഉപകരണം എന്താണ്? ആശ്രയിച്ചു വരുന്ന ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ഭക്തി വിനയം അനുസരണയോടുകൂടി ജീവിക്കുന്ന ഒരു ആത്മാവ് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് വിളിച്ചാലും തൽക്ഷണം അവിടെ എത്തിയ അനുഭവം കൊടുക്കുമെന്നുള്ളത് അനുഭവമാണ്. എന്റെ സന്താനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അനേകം അനുഭവം ഉണ്ടായവരിവിടെ വന്നിരിപ്പുണ്ട്. ഇന്ന് സമയക്കുറവുകൊണ്ടാണ് ഞാൻ അവരെയൊക്കെ വിളിക്കാൻ. ഇഷ്ടം പോലെ നിങ്ങളൊക്കെ കണ്ണീരുകൊണ്ട് കഴുകത്തക്കൊണ്ടുള്ള അനുഭവങ്ങളുള്ള ഒരു കൂട്ടത്തിലുണ്ട്. അനുഭവം കൊടുക്കുന്ന അനുഭവസ്ഥതയുള്ള അനേക ഭക്തസന്താനങ്ങൾ വിദേശത്തു നിന്നൊക്കെ വന്നവർ ഈ സന്നിധിയിൽ ഇരിപ്പുണ്ട്. സമയക്കുറവുകൊണ്ടാണ് അവര് നമ്മളെയൊക്കെ കണ്ണീരിൽ ഒഴിപ്പിക്കുന്ന അനുഭവ സാക്ഷികൾ അനേകം അനുഭവങ്ങൾ ആ വിധത്തിലുണ്ട്. എന്തുകൊണ്ട്? ദൂരം കൂടുന്നതനുസരിച്ച് ശക്തി കുറയുന്നില്ല, കൂടുകയുള്ളൂ. കാരണം ആശ്രയം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അനുഭവം ഉണ്ടാകുന്നത്. അപ്പോ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഓരോ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ എന്റെ പ്രാപ്തിയുണ്ടോ, എന്റെ കഴിവുകൊണ്ടോ, എന്റെ അർഹത കൊണ്ടോ അല്ല, എന്റെ ഭഗവാന്റെ കരുണ കൊണ്ട് എനിക്ക് ലഭിച്ചതാണ്. മേൽക്കുമേൽ ഇത് ലഭിക്കണമെങ്കിൽ ഞാൻ ആശ്രയിച്ച് ജീവിച്ചെങ്കിലേ കഴിയൂ എന്ന ചിന്തയോടുകൂടി ആശ്രയിക്കണം. അങ്ങനെ ഒരു ആശ്രയത്തിൽ കൂടി നമ്മൾ ജീവിതം ചെയ്താൽ നിശ്ചയമായും ആ അനുഭവം എന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ആശ്രയത്തിൽ നിലനിർത്തുവാൻ ദൈവം ചില പദ്ധതികളൊക്കെ ലോകത്തിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള ചില പദ്ധതികളാണ് ഈ രോഗദുഃഖങ്ങളും ദാരിദ്ര്യവും ഒക്കെ. രോഗവും ദുഃഖവും ഒക്കെ ഉള്ളപ്പോൾ കൂടുതൽ ഒരു ആശ്രയത്തോടുകൂടി ജീവിക്കുമല്ലോ. അങ്ങനെ ആശ്രയത്തോടുകൂടി ജീവിക്കുന്നവർക്ക് എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. ലോകവശാൽ ചിന്തിക്കുമ്പോൾ ദുഃഖമാണ്. എന്നാൽ ഭഗവാനെ എന്നൊന്ന് ചിന്തിക്കുമ്പോ കവിഞ്ഞൊഴുകുന്ന പരമാനന്ദം അങ്ങ് വന്ന് നിറയും. എന്താ കാരണം? ഈ ദുഃഖം കൊടുത്ത് ഈ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോ അകത്തു നിന്നുള്ള പാപങ്ങളൊക്കെ കഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ദുഃഖം വന്നതുകൊണ്ട് എന്റെ പാപം എല്ലാം പോയിക്കോളും, അങ്ങനെയല്ല. അവിടെ ഒരു അഹങ്കാരമല്ല വരേണ്ടത്, അവിടെയും ആശ്രയിക്കണം. എന്റെ ഗുരു അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു അണു പോലും ചലിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ നിർമ്മിച്ച എനിക്ക് ഈ ദുഃഖം വന്നത് എന്റെ ഗുരുനാഥൻ അറിയാതിരിക്കുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടു. ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുകയാണ്, വലിയ വലിയ ക്ഷേത്രങ്ങളുടെ മുൻപിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭഗവാനെ കാണുന്നത്. വലിയ ഇപ്പം ഒരുപാട് കോടിക്കണക്കിന്, ഇപ്പൊ നമ്മുടെ രാജഗോപാൽ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ ഒക്കെ ചിലവാക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അതുപോലെ തിരക്കാണല്ലോ. ക്ഷേത്ര ദർശനം ചെയ്യുന്നതിന് വേണ്ടി പറയുവല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയത്തോട് എനിക്കൊരു സ്നേഹം തോന്നിയത് കൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചില ആളുകൾ പറയാറ്. അങ്ങനെ ചിന്തിച്ച സ്ഥാനത്ത് എന്നെ കുറച്ചു നേരം കൂടി കാണാൻ എന്റെ ഭഗവാനാണ് അവിടെ
പിടിച്ചു നിർത്തിയെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്ന് ആ പുരോഹിതൻ ചോദിക്കുക. എന്നെ കുറച്ചു നേരം കൂടി കാണാൻ എന്റെ ഭഗവാനാണ് എന്നെ പിടിച്ചു നിർത്തിയതെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നി? അതൊരു പ്രത്യേക ചിന്തയായിട്ട് എനിക്ക് തോന്നി. അതാണ് യഥാർത്ഥമായി ചിന്തിക്കേണ്ടത്. അറിവുള്ളവർ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഏകലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഭഗവത് ദർശനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ചിന്ത ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്നു ഞാൻ എത്ര മണിക്കൂർ കൊണ്ട് നിൽക്കുവാന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുള്ളൂ. ആ ലക്ഷ്യം ഈശ്വരപ്രാപ്തിക്കുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഈശ്വര ദർശനത്തിനുള്ള ലക്ഷ്യമാണ് ഉള്ളിലുള്ളതെങ്കിൽ ഈ വിധ വ്യാകുലതകളൊന്നും ഉണ്ടാകില്ല. ആശ്രയം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോ എപ്പോഴും ആശ്രയത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ, ചിട്ടയായ നിയമപ്രകാരമുള്ള ജീവിതം ചെയ്തു പോയാൽ പരമോന്നതമായ പരമഭാഗ്യം അനുഭവിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം. കാരണം ഞാൻ ഇവിടെ ചില ആളുകളൊക്കെ ഞാൻ കാണിക്കാറുണ്ട്, ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ സൂക്ഷിക്കാറുണ്ട് എൻ്റെ ആദ്യകാലത്തെ ഭവനത്തിന്റെ ചിത്രം. ചെറിയ ഒരു ഓലപ്പുരയായിരുന്നു. അതിനുള്ളിൽ നിന്ന് ഈ 3 കുഞ്ഞുങ്ങളെയും വളർത്തി ഈ നിയമം പരിപാലിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി മാതാപിതാക്കൾ പണിപ്പെട്ട ഒരു ജീവിതം. ഈ നിയമം പാലിച്ചുകൊണ്ട് 3 കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങൾ അത് വലിയ ഒരു തപസ്സാണ്. അതൊരു വലിയൊരു തപസ്സാണ്. കാരണം അണുവിട തെറ്റാതെ ഈ കാര്യങ്ങളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി. ഇപ്പോ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ പല ആളുകളും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം ആ ഭവനങ്ങളിലേക്ക് പോലും ചെല്ലുമ്പോ ഒരു സമയ ക്ലിപ്തതയുണ്ട്. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവിടെ തിരക്കി വന്ന് വിളിച്ചോണ്ട് പോവുകയാണ്. എന്തുകൊണ്ട്? ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ സുഹൃത്ത് ബന്ധങ്ങളോ ഉണ്ടായി ആ വികൃതമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന കരുതലാണ്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ സുഹൃത്ത് ബന്ധങ്ങളോ ഉണ്ടായി വികരമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്നുള്ള കരുതലാണ്. ആ കരുതലോടുകൂടിയാണ് വളർത്തി കൊണ്ടുവന്നത്. ഇപ്പൊ മുമ്പേ പിതാവ് അനുഭവസാക്ഷി പറഞ്ഞപ്പോ നിങ്ങളോട് പറഞ്ഞല്ലോ, ആ ഏരിയയിലുള്ള ഭവനങ്ങളിലെല്ലാം രാത്രികാലങ്ങൾ വഴക്കായിരുന്നു. അത് സത്യമാണ്. കാരണം പല വിധത്തിലാണ് ആ വഴക്ക്. ചിലയിടത്ത് മദ്യപിച്ചിട്ടുള്ള വഴക്കാണ്, ചിലയിടത്ത് മദ്യപിക്കാതെ തന്നെ ബോധമില്ലാത്ത ജീവിതമാണ്, ചിലയിടത്ത് ദാരിദ്ര്യ ദുഃഖത്തിന്റെ കഠിനത കൊണ്ട് പരസ്പരം കലഹിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള കലഹങ്ങൾ രാത്രികാലങ്ങളിൽ ഓരോ ഭവനങ്ങളിൽ നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ കളീക്കൽ ഭവനത്തിൽ എന്താണ് നടക്കുന്നത്? നാമം സ്തുതിക്കുകയാണ്. മണിക്കൂറുകളോളം ഇരുന്ന് നാമം സ്തുതിക്കും. അത് കഴിഞ്ഞാണ് പഠിക്കാൻ വിടുന്നത്. ഇപ്പൊ പഠിക്കാൻ പോയിരിക്കും മിക്കവാറും ഉറക്കം തൂങ്ങും. അവിടെയും കിട്ടും ചെറിയ കൊട്ടൊക്കെ. അപ്പൊ അതും കഴിഞ്ഞ് ചില കാര്യങ്ങളൂടെ ചെയ്തിട്ടാണ് ഉറങ്ങാൻ വിടുന്നത്. വീണ്ടും വെളുപ്പിനെ എണീപ്പിക്കും. അങ്ങനെ ചിട്ടയായിട്ട് വളർത്തി 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 കൊണ്ടുവന്നത് കൊണ്ടാണ്. അതോടൊപ്പം അവരും ജീവിക്കുകയല്ലേ, ഞങ്ങൾക്ക് മാതൃകയായിട്ട് മാതാപിതാക്കളും ജീവിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത്. കാരണം ചെറിയ ഒരു ശബ്ദം പോലും കുഞ്ഞുങ്ങൾ വളരെ വേഗം പിടിച്ചെടുക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ തപോഹൃദയൻ മിക്കവാറും എന്റെ അടുത്തൊക്കെ ഞാൻ വന്ന് നിൽക്കുമല്ലോ. ഞാൻ കസേരയിൽ എണീക്കും, മുണ്ട് അഴിഞ്ഞു പോയാൽ ഉടുപ്പ് വേപ്പോട്ട് വെച്ചത് മുണ്ട് കൊടുക്കാൻ ശ്രമിച്ചാ അവര് ഉടനെ ഉടുപ്പ് പൊക്കി വെച്ചിട്ട് നിക്കറും ഞാൻ ആക്കി. ഇത് കുഞ്ഞുങ്ങൾ അതുപോലെ കോപ്പി ചെയ്യും. എന്ത് കാര്യം കണ്ടാലും കുഞ്ഞുങ്ങൾ പകർത്തിയെടുക്കും. അത് കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയാണ്. അത് അലക്ഷ്യമുണ്ടാകാത്ത വിധം, അല്ലെങ്കിൽ ഒരു വൈകൃതമായ സ്വഭാവത്തിലേക്ക് പോകാത്ത വിധം കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി മാതാപിതാക്കൾ ജീവിക്കുക എന്നുള്ളതൊരു വലിയ തപസ്സാണ്. സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമ്പോ അത്രയും പ്രയാസമില്ല.
വ്യത്യാസമില്ല. കുഞ്ഞുങ്ങൾ കാണുന്നു, കുഞ്ഞുങ്ങൾ നമ്മളെ അനുകരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ അതിനകത്ത് ആവശ്യമുണ്ട്. അതാണ് ആ ജീവിതത്തിന്റെ തപസ്സായി വന്നത്. അങ്ങനെ തപസ്സോടുകൂടി ജീവിച്ചതിന്റെ ഫലമാണ് ആ മാതാവ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എന്റെ അനേകം സന്താനങ്ങൾ അവിടെ പോയി പല വിധത്തിലുള്ള പാരിതോഷികങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ആ ഭവനങ്ങൾ വെച്ചു കൊടുക്കുകയും അതുപോലെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത അനേകം ആളുകളുണ്ട്. മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ഉപഹാരങ്ങൾ അവിടെ പോയി സമർപ്പിക്കുകയും അങ്ങനെ പല സഹായങ്ങളും ചെയ്തവരുണ്ട്. ആ വിധത്തിൽ ചെയ്ത നിങ്ങൾ തന്നെ ഈ ദേഹവിയോഗ സമയത്ത് ആ പ്രദേശവാസികൾ പോലും അത്ഭുതപ്പെടത്തക്ക വിധമാണ് ഓരോ കാര്യങ്ങളും അവിടെ നടന്നത്. കാരണം വളരെ വിദൂരത്തിൽ നിന്ന് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. 1.5 കിലോമീറ്റർ ഇപ്പുറത്തൊക്കെ വാഹനം പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ആളുകൾ പോയത്. കാരണം അങ്ങോട്ട് വാഹനങ്ങൾ പോകാൻ ഇടമില്ല. കാരണം അതുപോലെ വാഹനങ്ങൾ അങ്ങ് വർദ്ധിച്ചു. അതുപോലെ വൻപിച്ച ജനക്കൂട്ടം അവിടെ. എന്നാൽ വളരെ ഇടുക്കമുള്ള സ്ഥലവുമാണ്. ആ രാവിലെ വന്നവർ തിരികെ പോയത് കൊണ്ടാണ് വലിയ ബഹളം ഉണ്ടാകാതെ കാര്യങ്ങൾ നടന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ അവിടെ എത്തിച്ചത് ആരാണ്? ഈ വിധത്തിൽ ഒരു മാതാവിന്റെ കർമ്മങ്ങൾ നടത്തപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവിടാണ് ആ മഹാതപസ്സിന്റെ ശ്രേഷ്ഠത ഇരിക്കുന്നത്. ഞാൻ എന്റെ കൊച്ചുനീലിയമ്മയുടെ ജന്മദിനത്തിന് കീർത്തിച്ച ഒരു കീർത്തനം, അത് അർത്ഥസമ്പുഷ്ടമായി തന്നെ എന്റെ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് ആലപിച്ചു. ഇന്നും നമ്മുടെ ബാലേന്ദ്രൻ ഭക്തൻ ഇവിടെ ആലപിക്കുകയുണ്ടായത്. സത്യത്തിൽ അത് കൊച്ചുനീലിയമ്മയുടെ ജന്മദിനത്തിനാണ് ആലപിച്ചതെങ്കിലും ഇപ്പോഴത് പൂർണ്ണമായും അനുഭവത്തിലായി വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടി ഒന്നുകൂടെ ഒന്ന് കീർത്തിക്കാം. ദിവ്യമാതാവേ ദൈവത്തിന്റെ മഹാകാരുണ്യം, നിരന്തരമുള്ള നിരീക്ഷണങ്ങളിലൂടെ ഒരുക്കിയെടുത്ത ആ മാതാവ് ഇന്നിതാ നിത്യാനന്ദത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഓരോ സമയങ്ങളിലും അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ വേദനകളും ദുഃഖങ്ങളും കഷ്ടതകളും അതെല്ലാം ഇന്ന് ആത്മാവിന്റെ ആഭരണങ്ങളായി തീർന്നിരിക്കുകയാണ്. ആ സമ്പൂർണമായ ആഭരണങ്ങളോടുകൂടി ഞാനിതാ എന്റെ മാതാവിനെ കാണുകയാണ്. ആ സമ്പൂർണാവസ്ഥയിൽ ഇന്നിതാ നിത്യാനന്ദത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് ലോകവശാൽ ആളുകൾ ചിന്തിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങളും കിരീടവും ഒക്കെ ധരിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ചില പ്രത്യേക ആളുകൾ അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥമൊന്നും അറിയാത്തവരാണ് അത് ചെയ്യുന്നത്. ഞാനിതൊന്നുമില്ലാതെ ഇവിടെ നിന്നാലും എന്റെ പരമഭക്തന്മാർ എന്നെ സർവാഭരണത്തോടു കൂടിയേ കാണുവാൻ കഴിയുള്ളൂ.
ഭഗവാനെ സർവ്വാഭരണത്തോടു കൂടിയേ കാണാൻ കഴിയും. കാരണം അത് എന്റെ കൂടെയുള്ള വസ്തുക്കളാണ്. ഭഗവാന്റെ കൂടെയുള്ള വസ്തുക്കളാണ്. ഞാൻ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നതാണ്. പോയാലും അതെന്റെ കൂടെ ഉള്ളതാണ്. എന്റെ മാതാവ് ലോക ജീവിത കർമ്മങ്ങളിലൂടെ ആ വിധത്തിൽ ആഭരണങ്ങളെല്ലാം സ്വായത്തമാക്കി ഇതാ കിരീടധാരിയായി സർവാഭരണ വിഭൂഷതയായി നിലകൊള്ളുകയാണ്. ആ നിത്യാനന്ദത്തിൽ നിലകൊള്ളുകയാണ്. ആ നിത്യാനന്ദത്തിൽ നിലകൊള്ളുകയാണ്. ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട ഓരോ ഹൃദയങ്ങളിലേക്കും ആ ചൈതന്യം നിറയുമാറാകട്ടെ. അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്കെല്ലാം അതിന്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. ഓ അതിനുവേണ്ടി അനേക ലക്ഷം രൂപ ചെലവാക്കിയവരുമുണ്ട്. ആശുപത്രിയിലായാലും ഭവന നിർമ്മാണത്തിനായാലും ഈ നടന്ന കർമ്മങ്ങൾക്കായാലും ഒന്നും ഈ ധർമ്മധനം കൊണ്ടുപോയി അല്ല ഇതൊന്നും നിർവഹിച്ചത്. എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ സന്താനങ്ങൾ അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോന്നും ഒരുക്കി ഓരോന്നും നടത്തുകയായിരുന്നു. അങ്ങനെ നടത്തി എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നടക്കാനുള്ള കർമ്മങ്ങളെല്ലാം ഉന്നതമായി നടത്തുവാൻ ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും ആ ഭവനം ശുഭാനന്ദ ഭവനമായി നിലകൊള്ളുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഭവനത്തിന്റെ മുൻപിൽ വെച്ചാണ് ഈ ശരീരത്തിൽ ആദ്യമായി ഭഗവത് ദർശനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വലിപ്പം കൂടി ആ ഭൂമി എന്നോട് ഇന്ന് വന്ന് പലരും പറഞ്ഞു, ഭഗവാൻ ഓടിക്കളിച്ച് നടന്ന മണ്ണിൽ ഇന്നലെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ആദ്യമായി ശുഭാനന്ദ ദർശനം സൂക്ഷ്മാവസ്ഥയിൽ ലഭിച്ചതും ആ മണ്ണിൽ വെച്ചാണ്. സ്ഥൂലാവസ്ഥയിൽ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എങ്കിൽ പോലും ആ ചെറുപ്രായത്തിൽ അതിന്റെ പരിപൂർണാവസ്ഥയെ തിരിച്ചറിയുവാനുള്ള പ്രാപ്തി ഇല്ലാത്ത കാലത്ത് ആ ഭഗവത് ദർശനം ഉണ്ടായതും ആ മണ്ണിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചിട്ടും അത് നടന്നില്ല. ദൈവസന്താനങ്ങൾ ഒത്തുചേർന്ന് അവിടെ മനോഹരമായ ഒരു ഭവനം ഉണ്ടാക്കി. ആ വീട്ടുപേരും ആ വീടും അതിന്റെ പവിത്രതയും അവിടെ നിലനിർത്തിയെടുത്തിരിക്കുന്നു. അതിൽ വളരെയേറെ സന്തോഷവതിയായിട്ടാണ് മാതാവ് കടന്നു പോയിരിക്കുന്നത്. അതെല്ലാം ആ വിധത്തിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അനുഗ്രഹമായി ഭവിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയാത്തത്, അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല അവരാരും. അവര് പലരും ഇവിടെ നിന്ന് പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടും ഇത് കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ആരെയും ബോധ്യപ്പെടുത്താനല്ല അവരത് ചെയ്തത്, അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ്. അവരിലത് അനുഗ്രഹമായി ഭവിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം പ്രത്യക്ഷമായി എഴുന്നള്ളിന്നുകൊണ്ട് നമുക്ക് നടത്തി തന്ന ഉത്രാട ജന്മനക്ഷത്രത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് സ്തുതിക്കാം. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ താരാസ്തുതി ആരംഭിക്കുകയാണ്. ഉന്നതമായ നിലയിൽ മഹാതാരാസ്തുതി നടത്തപ്പെടുവാൻ എല്ലാവിധ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഉന്നതനാകുന്ന ദൈവം എഴുന്നള്ളി നിന്ന് തന്റെ സന്താനങ്ങളെ ദർശിച്ച് സർവദോഷങ്ങളെ കഴുകിക്കളഞ്ഞ് ആത്മപരിശുദ്ധി വരുത്തി ആത്മാനന്ദം നിറയ്ക്കുന്ന ആനന്ദത്തിന്റെ താരാസ്തുതി. ഓ ആനന്ദമേ, പരമാനന്ദമേ, താരാസ്തുതികളാൽ ആനന്ദമേ. വിധം ആ മഹാശക്തി താരാസ്തു നടത്തി തരട്ടെ.
നടത്തട്ടെ. അതുപോലെ ഈ മാസം 18-ാം തീയതി അതായത് ആരാസ് സമർപ്പിച്ച് പിറ്റേ ദിവസം തന്നെ എറണാകുളം ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സമങ്ങളും ആനന്ദമായി നടത്തപ്പെടുവാൻ നിങ്ങളുടെ എല്ലാം ആ ഒരു സാന്നിധ്യം ആവശ്യമുണ്ട്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ എത്തിച്ചേർന്ന് ഉന്നത വിജയമാക്കിയ കർമ്മം നടത്തുവാൻ പ്രകൃതിയിൽ കൂടി വേണ്ടതെല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇന്നേ ദിവസം വന്നു ചേർന്ന എല്ലാ സന്താനങ്ങളെയും ഞാനിതാ ദർശിക്കുകയാണ്. ആ അനുഗ്രഹമായി ആനന്ദമായി നടത്തപ്പെട്ട ഈ ആരാധന ഒരിക്കലും മറക്കാതെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലകൊള്ളുമാറാകട്ടെ. ഈ ആനന്ദം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. ഉന്നതനാകുന്ന ദൈവം പ്രകാരം ഒരു മർത്യനായി വന്നു നിന്ന് ആത്മലോകത്തെ രക്ഷിക്കുന്നുവെന്നും ഓ രോഗശാന്തി പാപശാന്തി ഭൂതശാന്തി കൊടുത്ത് രക്ഷിക്കുന്നുവെന്നും പരലോകം ഈ ലോകത്തിൽ തെളിയിക്കുന്നുവെന്നും ആ പരന്മാരിലേക്ക് അറിവ് കൊടുക്കുവാൻ വേണ്ടി അനേകം കാര്യങ്ങൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായ ഒരു കർമ്മമാണ് നമ്മുടെ മഹാഗോപുര നിർമ്മാണം. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ എന്റെ സന്താനങ്ങളെല്ലാം ഒരു ഉറ്റു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനകൾ മഹാശക്തി സ്വീകരിക്കട്ടെ. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കപ്പെടട്ടെ. അതിന്റെ പരിപൂർണാവസ്ഥയെ കാണുവാനും അത് ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാനും ആ ദൈവശക്തിയുടെ നിയോഗപ്രകാരം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടെ എന്നും കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും അതിലേക്കായി ധനം വിനിയോഗിക്കുന്നവരെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം ഈശ്വരൻ കരുതുമാറാകട്ടെ. ഇപ്രകാരം ആത്മബോധോദയ സംഘസ്ഥാപകനാകുന്ന ശുഭാനന്ദ ഗുരു ആ തിരുഹൃദയത്തിൽ കണ്ട ഒരു മഹാനിശ്ചയം ഈ ലോകത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് പോലും മഹാഭാഗ്യമാണ്. അത് വരും തലമുറകൾ അത് അറിഞ്ഞ് നിങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന കാലമുണ്ടാകും. ഓ ആ നടന്ന സമയത്ത് ഇവിടെ താമസിക്കാൻ പറ്റിയ അല്ലെ ജീവിക്കാൻ പറ്റിയ എത്രയോ ഭാഗ്യമാണെന്ന് അവർ ചിന്തിച്ച് പ്രാർത്ഥിക്കും. ആ അതിപ്പോഴേ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. മഹാഭാഗ്യമാണ് ഈ നടക്കുന്നതെല്ലാം.